ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അങ്ങനെ ജിയോയുടെ എയർ ഫൈബർ സർവീസുകൾ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് കംപ്ലീറ്റ്ലി. ചുരുക്കി പറയുകയാണെങ്കിൽ ഇനി ജിയോ എയർ ഫൈബർ കണക്ഷൻ പുതിയ ആർക്കും കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പഴയ കണക്ഷനുള്ളവർക്ക് സർവീസ് തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സർവീസ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ജിയോയുടെ സർവീസ് എന്ത് മോശം സർവീസ് ആണ് നമ്മുടെ കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തെങ്കിലും കണക്ഷൻ പ്രോബ്ലം വന്നാലോ റൗട്ടറിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലോ, ഇനി ഞാൻ ഒരു കാര്യം ജസ്റ്റ് സിംപിളി പറയാം. എനിക്കൊരു കണക്ഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച്. കാരണം വീട്ടിലെ വൈഫൈ കേബിൾ, അതായത് ജിയോ എയർ ഫൈബർ അല്ല എന്റെ വീട്ടിലുണ്ടായിരുന്നത്, ജിയോ ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. അവരുടെ പോസ്റ്റിൽ നിന്ന് വെളിയിലോട്ട് വരുന്ന ഒരു കണക്ടർ ഉണ്ടായിരുന്നു. ആ കണക്ടർ ഒന്ന് ഇളക്കി കിടന്നു. ഒരു തവണ ഞാൻ കയറി കുത്തിയതാണ്. കുറച്ചാൾ കഴിഞ്ഞ് വീണ്ടും അത് ഇളവിയപ്പോഴത്തേക്ക് അവരെ കസ്റ്റമർ കെയറിൽ വിളിച്ചു. കസ്റ്റമർ കെയർ ഇപ്പം പഴയ കണക്കൊന്നുമല്ല. നേരത്തെ മൊബൈൽ വഴി നമുക്ക് സർവീസ് ടിക്കറ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നു. ഇപ്പൊ മൊബൈൽ വഴി ഒരു സർവീസ് ടിക്കറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ആപ്പിലെ ഡയഗ്നോസിസ് കാണിക്കും. നിങ്ങളുടെ വീട്ടിലെ റൗട്ടറിന്റെ കേബിൾ ഇളക്കി നോക്കൂ, പിന്നെ ലാൻഡ് കേബിൾ ഇളക്കി നോക്കൂ, പിന്നെ പറയും, പിന്നെ ഒന്നും കൂടെ ഒരു ഡയലോഗ് ഉണ്ട്, അഡാപ്റ്റർ ഇളക്കി വെച്ച് ഒരു 3 മിനിറ്റിന് ശേഷം വീണ്ടും കണക്ട് ചെയ്യൂ, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ബന്ധം കിട്ടിയേക്കാം, ഞങ്ങളുടെ കുറ്റമല്ല എന്നൊക്കെ പറയും. അങ്ങനെ കുറെ താളമൊക്കെ അടിച്ച് അവസാനം കുറച്ചു നേരം കഴിഞ്ഞ് ഒരു കസ്റ്റമർ കെയർ നമ്പർ തരും. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചോളൂ. അങ്ങനെ വിളിക്കാൻ നേരത്ത് കുറെ നേരം വിളിക്കും. ഒന്നിൽ കുത്തുക, രണ്ടിൽ കുത്തുക, മൂന്നിൽ കുത്തുക, നാലിൽ കുത്തുക, അഞ്ചിൽ കുത്തുക. അങ്ങനെ കുത്തി 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 ഇരുന്ന് കുറച്ചു നേരം കഴിയാൻ നേരത്ത് ഏതെങ്കിലും ഒരു പെൺകൊച്ചോ അല്ലെങ്കിൽ മേ ബി ഇതുവരെയായിട്ടും ഒരു പയ്യൻ വന്നായിരുന്നു ഇടയ്ക്ക് എറണാകുളത്തുള്ള ആ ഒരു പയ്യൻ ഫോൺ എടുക്കും. സാർ, എന്താണ് നിങ്ങളുടെ വൈഫൈയുടെ കുഴപ്പം? നിങ്ങൾ സർവീസ് സെന്ററിൽ വിളിക്കുന്നതിന് മുമ്പ്, അതായത് കസ്റ്റമർ കെയറിൽ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റൗട്ടറിന്റെ കേബിൾ ചെക്ക് ചെയ്തായിരുന്നു? വീട്ടിൽ നിന്നും പുറത്തു നിന്ന് വരുന്ന വൈഫൈ കേബിൾ ചെക്ക് ചെയ്തായിരുന്നു എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു എല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സർവീസ് റിക്വസ്റ്റ് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്തിട്ട് പോവുകയും ചെയ്യും. നമ്മൾ വിചാരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ചു നേരം കഴിയാൻ നേരത്ത് നമുക്കൊരു ടിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് വരും. ഓ, നമ്മൾ വിചാരിക്കും നാളെ രാവിലെ 9:30-ക്കുള്ള, അതായത് 10 മണിക്കും 11 മണിക്കും വേണ്ടിയുള്ള സർവീസ് റിക്വസ്റ്റ് രജിസ്റ്റർ ചെയ്ത് രാവിലെ തന്നെ വന്ന് ശരിയാക്കും എന്ന് വിചാരിച്ചിരിക്കും. വീട്ടിൽ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഒരു ദിവസത്തേക്ക് ലീവ് എടുത്തിരുന്നു. അങ്ങനെ ലീവ് എടുത്തിരിക്കുന്ന വേളയിൽ ഇമ്മാര് വരുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്പർ തരത്തില്ല, ഒരു സർവീസ് ടെക്നീഷ്യൻ ട്രാക്ക് ചെയ്യത്തില്ല, ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് തരുന്നില്ല, അവർ എവിടെ നിൽക്കുന്നു എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ ഒരു ഓപ്ഷൻസ് ഒക്കെയാണ് ഇപ്പം ജിയോയിലുള്ളത്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് 10 മണി ടു 11 മണി സ്ലോട്ടിൽ ഇരിക്കാൻ നേരത്ത് 11 മണിയായിട്ട് സർവീസ് ടെക്നീഷ്യൻ വരുന്നില്ല. 12 ടു 1 മണിയായിട്ട് സർവീസ് ടെക്നീഷ്യൻ വരുന്നില്ല. നമുക്കത് റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ വരുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അങ്ങനെ 1 മണിക്കുള്ള ഓപ്ഷനകത്ത് നോക്കി റീഷെഡ്യൂൾ ചെയ്യാൻ നോക്കിയപ്പോൾ ഇതിലേക്ക് പുതിയ മെസ്സേജ്, സർവീസ് ടെക്നീഷ്യൻ ഈസ് ഓൺ ദ വേ സർ. അങ്ങനെ ഓൺ ദ വേ, ഇപ്പൊ വരും, എന്തായാലും ശരിയാക്കി തരും എന്നൊക്കെ പോകും. ഞാൻ കേബിൾ ഇളകി കിടക്കുന്നതാണെന്ന് കണ്ടു. അങ്ങനെ നോക്കാൻ നേരത്ത് വന്നില്ല. 1 മണിയായിട്ട് വന്നില്ല. വൈകുന്നേരം 4 മണിയായിട്ടും വന്നില്ല. പുള്ളിക്കാരൻ വന്നില്ല. അങ്ങനെ ഈ ഒരു അവസ്ഥ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ദിവസം ഈ സെയിം അവസ്ഥ. അവന്മാർ റീഷെഡ്യൂൾ ചെയ്തു. റീഷെഡ്യൂൾ ചെയ്ത് രണ്ടാമത്തെ ദിവസം ആയപ്പോഴും സെയിം അവസ്ഥ. അവസാനം മൂന്നാമത്തെ ദിവസം വന്നു പുള്ളി. മൂന്നാമത്തെ ദിവസം വന്നു, പുള്ളി വന്നു. സാറേ ഇത് ജസ്റ്റ് ഇളകി കിടക്കുകയാണ്, അന്ന് കുത്തിത്തരാം. കുത്തിത്തരാന്ന് പറഞ്ഞ് നോക്കാൻ നേരത്ത് ഞാൻ രക്ഷ. കുത്തിയിട്ടും വീട്ടിൽ കണക്ഷൻ വരുന്നില്ല. അവസാനം നോക്കാൻ നേരത്ത് സാർ ഇത് മൊത്തം കേബിൾ മാറണം. അവസാനം അവൻ ഒരു 10-20 കണക്ടർ എടുത്ത് മാറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടോ കുത്തി ഏകദേശം ഒരു അതിൽ നിന്ന് വരുന്ന കറണ്ടോ വോൾട്ടേജോ എന്താണോ, ഫൈബറിൽ നിന്ന് വോൾട്ടേജ് എന്താണോ ആംപിയർ എന്താണോ നോക്കി ചെക്ക് ചെയ്തു. സാറേ ഇത് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാം, ഞങ്ങൾ നാളെ വന്ന് പുതിയ കേബിൾ കംപ്ലീറ്റ് ആയിട്ട് പുതിയ കേബിൾ ഇട്ട് തരാം. അതായത് പോസ്റ്റിൽ നിന്നും വീട്ടിലേക്ക് ഏകദേശം 100 മീറ്ററോളം ദൂരമുണ്ട്. ഞാൻ പുതിയ കേബിൾ ഇട്ട് തരാം എന്ന് പറഞ്ഞു പോയതാണ്. സാറേ ആ ടിക്കറ്റ് സാർ അത് ക്യാൻസൽ ചെയ്തോളൂ, ഞങ്ങൾ എന്തായാലും നാളെ രാവിലെ ഒന്ന് ഇട്ട് തരാം എന്ന് പറഞ്ഞ് പോയതാണ്. എന്റെ ഫോൺ നമ്പറൊക്കെ തന്നു. നല്ല സന്തോഷത്തോടെ പോയി. ഞാൻ എന്നിട്ടും ആ ടിക്കറ്റ് രജിസ്റ്റർ ചെയ്യാൻ ഒന്ന് മടിച്ചു, എന്തെങ്കിലും പണി കിട്ടിയാലോ എന്ന്. അവസാനം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വിളിച്ചു, സാറേ ആ ടിക്കറ്റ് ഇതുവരെയായിട്ട് ക്യാൻസൽ ചെയ്തില്ല, സാർ സർവീസ് ടിക്കറ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഇതുവരെയായിട്ട് അവൻ വീട്ടിൽ വന്നിട്ടില്ല. പിന്നെ പുതിയ കേബിളും വീട്ടിൽ വന്നിട്ടില്ല. ഇപ്പോഴും ഈ മൂഞ്ചിയ സാധനം തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ജിയോയുടെ സർവീസ് ഭയങ്കര മോശമാണ്. എന്ത് സർവീസ് ഇട്ടാലും ചില സമയത്ത് എനിക്കൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ കേബിൾ ഇളകി കിടക്കുന്ന വേളയിൽ സർവീസ് ടെസ്റ്റ് ചെയ്ത് രണ്ടാമത്തെ ദിവസം ഉച്ചയാവാൻ നേരത്ത്, സാർ യുവർ കംപ്ലൈന്റ് ഈസ് സോൾവ്ഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അപ്പൊ ഞാൻ ഒന്ന് വെളിയിൽ വന്ന് നോക്കാൻ നേരത്ത് വീട്ടുകാരും വന്നില്ലല്ലോ. പിന്നെ ആ പോസ്റ്റിന്റെ അവിടെ ചെന്ന് നോക്കാൻ നേരത്ത് ഇത് ഇളകി കിടക്കുക, എന്നിട്ട് എന്തുകൊണ്ട് ഈ ഒരു മെസ്സേജ് വന്നു? സർവീസ് സോൾവ് ചെയ്തു, അതായത് ആരും വരാതെ തന്നെ ജിയോ സർവീസ് ആദ്യമായിട്ട് സോൾവ് ചെയ്ത് തന്നു. പോസ്റ്റ് ചെയ്ത് നോക്കാൻ നേരത്ത് അത് ഇളകി കിടക്കും, പക്ഷെ സർവീസ് അവർ സോൾവ് ചെയ്തു എന്ന് പറഞ്ഞുള്ള മെസ്സേജ്. വളരെ നല്ല ഡീലിംഗ് ആയിരുന്നു ജിയോയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉള്ളത്. സർവീസ് എന്ന് വെച്ചാൽ അട്ടർ മോശം. ഇതിനെക്കാട്ടും നല്ല സർവീസാണ് എയർടെൽ. എന്തിനാണ് പറയുന്നത്, കേരള വിഷൻ വരെ തരുന്നത്. വിളിച്ച ഒരു 2-3 മണിക്കൂറിനകമെങ്കിലും വീട്ടിൽ ആള് വരും അവര്, എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ. സത്യമായിട്ടും തുറന്ന് പറയേണ്ടി വരും, ജിയോയുടെ സർവീസ് ആണെങ്കിൽ വളരെ മോശം. വളരെ മോശം എന്ന് വെച്ചാൽ അട്ടർ മോശമായിട്ടിരിക്കുകയാണ് ജിയോയുടെ സർവീസ്.
നമ്മൾ പറഞ്ഞുകൊണ്ട വിഷയം അതല്ല. ജിയോയുടെ എയർ ഫൈബർ. അവരങ്ങനെ പൂട്ടിക്കെട്ടി പോവുകയാണ്. ഇനി എന്തെങ്കിലും സർവീസ് പ്രോബ്ലമോ വല്ലതും ഉണ്ടെങ്കിൽ വിളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. വലുതായിട്ട് ആരും ഒന്നും വന്ന് നോക്കത്തില്ല. മാക്സിമം 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സർവീസ് റിക്വസ്റ്റ് ഓട്ടോമാറ്റിക്കലി ആയിട്ട് സോൾവ് ചെയ്തതെന്ന് പറഞ്ഞ് കാണിക്കും. അതും വിശ്വസിച്ചുകൊണ്ടിരുന്ന് വീണ്ടും നമ്മൾ ഫൈബറൊക്കെ ഓൺ ചെയ്ത് നെറ്റ് ആസ്വദിക്കാൻ നേരത്ത് വീണ്ടും മൂഞ്ചി തെറ്റി ഇരിക്കേണ്ടി വരും. പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇലോൺ മസ്കിനെ പേടിച്ച് ജിയോ എയർ ഫൈബർ ഓടി എന്നേ പറയാനുള്ളൂ. ഓക്കെ.